ഒന്നല്ല രണ്ടല്ല 21 പരീക്ഷകൾ 2026 ഡിഗ്രി ഹോൾഡേഴ്സിനെ കാത്തിരിക്കുന്നത് PSCയുടെ വക ഒരു വലിയ സമ്മാനമാണ്. 21 പരീക്ഷകളാണ് 2026 ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനുമായിട്ട് നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതൊക്കെയാണ് 21 പരീക്ഷകൾ? ഞങ്ങൾ ആകെ 5-6 പരീക്ഷകളെ കുറിച്ച് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ എന്ന്. എടാ, ഡിസംബർ വരെ 7 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സിനും എഴുതാൻ കഴിയുന്ന 7 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. SBCID മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് തൊട്ട് ഇങ്ങ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരെയുള്ള 7 പോസ്റ്റുകളെ പറ്റി പറഞ്ഞു. ഇതിനു മുൻപൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 8ാമതൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായിരുന്നു അത്? അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്നത്. അതും 2025 ഒടുക്കം ഡിസംബർ മാസത്തിൽ വന്നിട്ടുണ്ട്. സോ 8 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ്, ജനറൽ ആയിട്ട് പറഞ്ഞാൽ 8 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ, ഇതിൻ്റെ തന്നെ ബൈ ട്രാൻസ്ഫർ, ഇങ്ങനെ തുടങ്ങി 21 പരീക്ഷകളാണ് ഡിഗ്രി ലെവൽ ഹോൾഡേഴ്സിനെ കാത്ത് 2026 ഇരിക്കുന്നത്. അപ്പോൾ പ്രിലിംസ് എന്നാണ്, മെയിൻസ് എന്നാണ്, ഏതൊക്കെ പരീക്ഷകളാണ് എന്ന് നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നല്ല ന്യൂ ഇയർ ആശംസിക്കുന്നു. നമ്മുടെ വർഷമാകട്ടെ 2026 എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേടുന്നു. അപ്പോൾ നമ്മുടെ ആ 21 പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ പരീക്ഷ എന്നാണ് എന്നുള്ളതിലാണ്. പ്രിലിംസ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്, പ്രിലിംസ് എന്നാണ് വരുന്നത്? പ്രിലിംസ് വരുന്നത് മെയ്ക്കും ജൂലൈക്കും ഇടയിലാണ്. പ്രിലിംസ് വരുന്നത് മെയ്ക്കും ജൂലൈക്കും ഇടയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മെയ് മാസത്തിനും ജൂലൈ മാസത്തിനും ഇടയിലാണ് പ്രിലിംസ് പരീക്ഷ വരുന്നത്. ഇനി മെയിൻസ് എപ്പോഴാണ് വരുന്നത്? മെയിൻസ് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലാണ്. ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു 3 മാസത്തെ ഗ്യാപ്പ് മാത്രം. ഇപ്പം മെയ്യിലാണ് പ്രിലിംസ് വരുന്നതെങ്കിൽ ഓഗസ്റ്റിൽ മെയിൻസ് ആണ്. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും ഇടയിൽ ആകെ 3 മാസത്തെ ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പഠിച്ചു തീരാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനി അമാന്തിച്ച് നിൽക്കേണ്ട, ഒരുപാട് പേര് ഉഴപ്പി അടിച്ച് നിൽപ്പുണ്ട് ഇപ്പോഴും. ഉഴപ്പിനൊക്കെ വിട പറഞ്ഞേക്കുക. അപ്പോൾ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്ന ക്രമത്തിൽ തന്നെയാണ് PSC തന്നിട്ടുള്ളത് കേട്ടോ. കാറ്റഗറി നമ്പർ 017/2025 2025 വന്ന ആദ്യത്തെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതായിരുന്നടാ? SBCID അല്ലേ? SBCIDയുടെ പ്രിലിംസും ആ ഡിഗ്രി പ്രിലിംസിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് ഇരുന്ന കാര്യമാണ്. SBCIDയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ 2026 തന്നെ കഴിയാണ്. അതുകൊണ്ട് പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യതയില്ല, ഒറ്റത്തവണ പരീക്ഷയായിരിക്കും എന്നൊക്കെ നമ്മൾ വളരെ ഡൗട്ട്ഫുൾ ആയിട്ട് ഇരുന്നൊരു കാര്യമാണ്. നിങ്ങൾ പലരും ചോദിച്ച കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടൊന്നും വേണ്ട, പ്രിലിംസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 187/2025 എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. അവിടെയും പ്രിലിംസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പ്രിലിംസ് എപ്പോഴും മെയ് ജൂലൈ, മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, ബൈ ട്രാൻസ്ഫറും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ 21 പരീക്ഷ. നമ്മൾ പറഞ്ഞ 8 നോട്ടിഫിക്കേഷൻസ് ആണ് ഡിഗ്രി ലെവലിന് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ബൈ ട്രാൻസ്ഫറും കൂടെ ചേർന്നിട്ടാണ് 21 പരീക്ഷകൾ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫറും വരുന്നുണ്ട്. അടുത്തതാണ് കാറ്റഗറി നമ്പർ 221/2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് ST വിഭാഗക്കാർക്കായിട്ടുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരുന്ന അടുത്ത പരീക്ഷ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് KAT അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 269/2025. അപ്പോൾ 2025 വന്ന എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസിന്റെയും പരീക്ഷ എവിടെയുണ്ട്? എല്ലാത്തിനെയും 2026 പ്രിലിംസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കാം നമുക്ക്. 6ാമത് വരുന്നത് നമ്മൾ കാത്തിരുന്ന, അല്ലെ, നമ്മൾ കാലങ്ങളായി കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. KSEB, KSFE, KMML, കെൽട്രോൺ, മലബാർ സിമൻസ് തുടങ്ങിയിട്ടുള്ള കമ്പനി ബോർഡുകളിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കുള്ള പരീക്ഷ. അതുപോലെ 2ാമതൊരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു അല്ലെ, 383/2025 KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, അതുപോലെ ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള കമ്പനി ബോർഡുകളിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കുള്ള ഒരു എക്സാം. അതായത് കമ്പനി ബോർഡിന്റെ 2 നോട്ടിഫിക്കേഷൻസ്, അതും പ്രിലിംസ് മെയ് ജൂലൈയിലും മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബറിലും തന്നെയാണ്. അടുത്തത് ആംഡ് പോലീസിലെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 446/2025 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും അതിൻ്റെ തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റുകളും ഒക്കെ നടക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ്. അപ്പോൾ SI പോസ്റ്റ് നമ്മൾ പറഞ്ഞു, എക്സൈസ് ഇൻസ്പെക്ടർ, SBCID, SI അസിസ്റ്റന്റ് ജയിലർ, ഈ 4 പരീക്ഷകളാണ് ഫോഴ്സ് വിഭാഗത്തിൽ ഡിഗ്രി തലത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബൈ ട്രാൻസ്ഫറും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മിനിസ്റ്റീരിയൽ ബൈ ട്രാൻസ്ഫർ വരുന്നുണ്ട്.
വരുന്നുണ്ട്, കോൺസ്റ്റബിളറി ബൈ ട്രാൻസ്ഫർ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. എല്ലാത്തിൻ്റെയും പ്രിലിംസ് നടക്കുന്നത് മെയ് ജൂലൈ മാസത്തിലാണ്, മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബറിലാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 അല്ലെങ്കിൽ സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ സബ് ജയിലിലെ സൂപ്രണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. കാറ്റഗറി നമ്പർ 451/2025 ആണ്. പ്രിലിംസ് നേരത്തെ പറഞ്ഞതുപോലെ മെയ്യിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അസിസ്റ്റന്റ് ജയിലറിന്റെ തന്നെ ഒരു ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കാറ്റഗറി നമ്പർ 452/2025. ആ പരീക്ഷയും ഇതിന്റെ ഒപ്പം തന്നെ നടക്കുന്നതായി. പിന്നെ എക്സിക്യൂട്ടീവ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും അസിസ്റ്റന്റ് ജയിലറിന് വന്നിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷയും ഇതിനോടൊപ്പം തന്നെ നടക്കും. അടുത്തത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെ, നമ്മൾ ജനറൽ ആ ഒരു ഡിഗ്രി ഹോൾഡേഴ്സ് എല്ലാം കാത്തിരുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ സർവകലാശാലകളിലെ അസിസ്റ്റന്റ് പോസ്റ്റ് 454/2025 ആയിരുന്നു കാറ്റഗറി നമ്പർ. അതും നമ്മുടെ മെയ്യിലെ പ്രിലിംസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സിനും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആയിരുന്നില്ല, ചില പ്രത്യേക സബ്ജക്റ്റുകൾ മാത്രമായിരുന്നു. അപ്പോൾ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വകുപ്പിലുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ആ പരീക്ഷയും 2026 ഡിഗ്രി ലെവൽ ആ ഒരു പ്രിലിംസിന്റെ ഭാഗമായി തന്നെ നടത്തുന്നുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് LSGD വകുപ്പിൽ ഇലക്ട്രിസിറ്റി വിങ് ഓഫ് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഇലക്ട്രിസിറ്റി വിങ്ങിൽ ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു. അതും 2026 ഡിഗ്രി പ്രിലിംസിന്റെ ഭാഗമായി തന്നെ നടത്തും. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 573/2025 ആയിരുന്നു. അടുത്തത് നമ്മൾ പറഞ്ഞു, ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പറഞ്ഞു. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പറഞ്ഞു, KAT അസിസ്റ്റന്റ് പറഞ്ഞു, SBCID, എക്സൈസ്, സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞ 7 നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു അല്ലെ. 8ാമത് ഒരു നോട്ടിഫിക്കേഷന്റെ കാര്യം പറഞ്ഞത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്നത് അതിന്റെ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ആണ് വന്നത്, ഡിസംബർ 30-നാണ് വന്നത്. 698/2025 ആണ് കാറ്റഗറി നമ്പർ. ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കുക. 698/2025 ആണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. കേരള നാഷണൽ സേവിങ്സ് സർവീസിലേക്കാണ് ആ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ളത് വന്നിരിക്കുന്നത്. അതും അടുത്ത ഡിഗ്രി പ്രിലിംസിൽ തന്നെയാണ്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സിന്റെ 2 ബൈ ട്രാൻസ്ഫറും വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫീസർ ഹൗസിംഗ് വകുപ്പിലും അതുപോലെ IRD ഡിപ്പാർട്ട്മെന്റിലും ഒക്കെയുള്ള എക്സ്റ്റൻഷൻ ഓഫീസർമാർക്ക് ബൈ ട്രാൻസ്ഫർ വഴി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആകാനായിട്ട് പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള സെക്രട്ടേറിയറ്റ് സബോർഡിനേറ്റ് സർവീസിലെ സെക്ഷൻ ഓഫീസർമാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സിന്റെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ബൈ ട്രാൻസ്ഫറും ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റുമാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാം 21 പോസ്റ്റുകൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് PSCയുടെ ആ ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള സംഭവം തന്നെ ഞാൻ എടുത്തിവിടെ വെച്ചിരിക്കുന്നത്. 21 പോസ്റ്റുകൾ, 8 ജനറൽ നോട്ടിഫിക്കേഷനുകൾ. 8 ജനറൽ നോട്ടിഫിക്കേഷനുകളിൽ 8ലും നമുക്ക് എല്ലാവർക്കും ഡിഗ്രി ഹോൾഡേഴ്സിനൊക്കെ എഴുതാം. അതിൻ്റെ തന്നെ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റുകൾ. അങ്ങനെ 21 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് 2026 മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് വരുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമുക്ക് മെയിൻസും എക്സ്പെക്ട് ചെയ്യാം. സോ ഇനി ഒരു ഡിലേയും ഇവിടെ വരുത്തേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസും മെയിൻസിൽ 2 പേപ്പർ പരീക്ഷ എന്ന് പറയുന്ന വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ചും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. 141 എന്ന് പറയുന്ന വളരെ ഉയർന്ന ഒരു കട്ട് ഓഫ് നമ്മൾ കണ്ടതാണ്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 2025 ആ അവസരം നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് പേര് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇനി ആദ്യമായിട്ട് പരീക്ഷയെ നേരിടാൻ വേണ്ടി പോകുന്നവരുണ്ട്. ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ചിലർക്ക് ഇനി എക്സാം മെയിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു വെപ്രാളമൊക്കെ വന്നിട്ടുണ്ടാകും. ആ വെപ്രാളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജനുവരിയിൽ എത്തി നിൽക്കുന്നുള്ളൂ. ജനുവരി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിനി ഫെബ്രുവരി, മാർച്ചും ഏപ്രിലും
മെയിലെ ആദ്യത്തെ ഒരു ഘട്ടങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ മതിയാകും. നല്ല രീതിയിലൊന്ന് പഠിച്ചു മുന്നേറണം എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രിലിംസും മെയിൻസും തമ്മിൽ 3 മാസത്തിൻ്റെ ദൂരമേ ഉള്ളൂ. സോ നിങ്ങൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയി തന്നെ പഠിക്കുക. സിലബസ് ഇതുവരെ എത്തിയിട്ടില്ല. സിലബസ് എത്തിയാൽ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, GK-യുടെ പോർഷൻസും അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. മുൻപൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ സബ്ജക്റ്റുകളൊക്കെ GK, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ മെയിൻസിനെ ലക്ഷ്യമാക്കി തന്നെ മെയിൻസ് ഓറിയന്റഡ് ആയി തന്നെ പഠിക്കുക. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് വരുള്ളൂ. സോ അതൊക്കെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നീട് വരുന്ന അഡീഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു പ്രിലിംസ് കഴിഞ്ഞുള്ള സമയത്ത് നോക്കി കാണാവുന്നതാണ്. ഉഷാറായി തന്നെ പഠിക്കുക. പഠിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം, റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അപേക്ഷിച്ചോളുക. ഉഷാറായി തന്നെ പഠിക്കുക. ഫെബ്രുവരി 4 വരെ ആയിരിക്കും കേട്ടോ അപേക്ഷിക്കാനുള്ള സമയം. സോ ഇനി നമുക്ക് ഒഴിവാക്കലുകളോ മാറ്റി നിർത്തലുകളോ മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളോ ഒന്നുമില്ല. കൊണ്ടുപിടിച്ച പരീക്ഷാകാലമാണ് വരുന്നത്. ഉഷാറായിട്ട് പഠിക്കുക. ഈ വർഷം നമ്മുടേതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻട്രിയുടെ ഹോൾ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാകും. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ മറുപടിയായിട്ട് ഞാനും പ്രിയപ്പെട്ട അധ്യാപകരും ഒക്കെ ഉണ്ടാകും. സോ അടുത്ത വീഡിയോയിൽ പരീക്ഷാ പരിശീലനം ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.